കഠിനമായി പരിശ്രമിച്ചാൽ പൊന്നാനി ലോക്സഭാ മണ്ഡലം ചുവപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് CPM. മുസ്ലിം ലീഗിന്റെ പൊന്നാമ്പുരം കോട്ട എന്ന ഖ്യാതി പൊന്നാനിക്ക് ഇന്നില്ല. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള 4 നിയമസഭാ സീറ്റും ഇടതുപക്ഷത്തിനൊപ്പമാണ്. എന്നാൽ കോട്ടയ്ക്കലും തിരൂരങ്ങാടിയും മതി തങ്ങളുടെ വിജയം ഉറപ്പിക്കാനെന്ന് മുസ്ലിം ലീഗ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നാളെ രാവിലെ ചേരും. ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന സമിതിയും. സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് പ്രധാന ചർച്ച. പാർട്ടി മത്സരിക്കുന്ന 15 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച് ഏകദേശ ധാരണയായിട്ടുണ്ട്. നാളെ വിശദമായ ചർച്ച നടത്തി പ്രഖ്യാപനത്തിന്റെ വക്കിലെത്തും. 27-നാകും പ്രഖ്യാപനം. 1977 മുതൽ മുസ്ലിം ലീഗിനൊപ്പം നിന്ന മണ്ഡലമാണ് പൊന്നാനി. GM ഖനാത്തവാലയും ഇബ്രാഹിം സുലൈമാൻ സേട്ടുവും അഹമ്മദുമെല്ലാം മത്സരം നേരിടാതെ വിജയിച്ച മണ്ഡലം. 2009-ൽ ET മുഹമ്മദ് ബഷീർ എത്തിയപ്പോഴും പൊന്നാനിക്ക് മറിച്ചൊരു ചിന്തയുണ്ടായില്ല. 2014-19 വർഷങ്ങളിൽ വിജയം ആവർത്തിച്ച ET ഇനി മലപ്പുറത്തേക്ക് മാറുമെന്നാണ് വിവരം. ET മുഹമ്മദ് ബഷീർ ചുവടുമാറ്റുമ്പോൾ എത്താൻ സാധ്യതയുള്ള അബ്ദുൾ സമദ് സമദാനിക്കെതിരെ ശക്തനായ എതിരാളിയെ കളത്തിലിറക്കാനാണ് CPM ആലോചിക്കുന്നത്. DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്, തവനൂർ MLA KT ജലീൽ എന്നിവരുടെ പേരുകളിലാണ് CPM ഒടുവിൽ എത്തി നിൽക്കുന്നത്. മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്ന് V അബ്ദുറഹ്മാൻ CPM നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പൊന്നാനി മണ്ഡലത്തിൽ പലയിടത്തും മുസ്ലിം ലീഗ് കോൺഗ്രസ് പോര് നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല EK വിഭാഗം സുന്നികൾ CPM-നോടുള്ള അകലം കുറച്ചതും അനുകൂല സാഹചര്യമായി പാർട്ടി വിലയിരുത്തുന്നുണ്ട്. തീരദേശത്ത് പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളും ഗുണം ചെയ്യുമെന്ന് CPM നേതാക്കൾ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. കേന്ദ്രത്തിൽ BJPയെ നേരിടാൻ കോൺഗ്രസിനേക്കാളും മുസ്ലിം ലീഗിനേക്കാളും നല്ലത് CPM ആണ് എന്ന വികാരവും വോട്ടർമാർക്കിടയിലുണ്ടെന്ന് CPM മനസ്സിലാക്കുന്നു. പൊന്നാനി, തവനൂർ, തൃത്താല, താനൂർ എന്നീ നിയമസഭാ സീറ്റുകൾ ഇടതുപക്ഷത്തിനൊപ്പമാണ്. തിരൂർ, കോട്ടയ്ക്കൽ, തിരൂരങ്ങാടി മണ്ഡലങ്ങൾ ലീഗിനൊപ്പവും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് നോക്കിയാൽ 6000 വോട്ടിന്റെ വ്യത്യാസമേയുള്ളൂ. ഇതും CPM-ന് പ്രതീക്ഷ ഇരട്ടിയാക്കുന്നുണ്ട്. CPM-നൊപ്പമുള്ള നിയമസഭാ സീറ്റുകളിൽ നേരിയ മുൻതൂക്കം മാത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത് എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. എങ്കിലും ശക്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കിയാൽ മണ്ഡലം പിടിക്കാമെന്ന പ്രതീക്ഷ CPM-നുണ്ട്. ബാലസംഘം, SFI എന്നിവയിലൂടെ DYFI സംസ്ഥാന അധ്യക്ഷ പദവിയിൽ എത്തി നിൽക്കുന്ന അധ്യാപകൻ കൂടിയാണ് V വസീഫ്. മുഖവുര ആവശ്യമില്ലാത്ത വ്യക്തിയാണ് KT ജലീൽ MLA. ആരാകും സ്ഥാനാർത്ഥിയെന്ന് വൈകാതെ തന്നെ അറിയാം. അതേസമയം ഇതിനിടയിൽ 3-ാം സീറ്റ് വേണമെന്ന വികാരം മുസ്ലിം ലീഗ് അണികൾക്കിടയിൽ ശക്തമാണ്. ലീഗില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല, ലീഗിന്റെ പിന്തുണ കൊണ്ടാണ് മലബാറിലെ സീറ്റുകളിൽ കോൺഗ്രസ് ജയിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ലീഗ് പ്രാദേശിക നേതാക്കൾ പങ്കുവച്ചിരുന്ന വികാരം. എന്നാൽ ചർച്ചകൾക്കൊടുവിൽ 3-ാം സീറ്റ് കിട്ടില്ലെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഏതായാലും 2 ദിവസത്തിനകം പ്രഖ്യാപനമുണ്ടാകും. അപ്പോഴറിയാം ഏതൊക്കെ സീറ്റ് ആർക്കൊക്കെയെന്ന്.